ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തീരാനോവായി ഒമാനിലെ ബർക്കയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച പ്രവാസി മലയാളികളുടെ വേർപാട്. കഴിഞ്ഞ വർഷക്കാലത്ത് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായ അതേ വാദിയിൽ ഒഴുക്കിൽപ്പെട്ടാണ് യൂസഫിന്റെ ജീവൻ പൊലിയുന്നത്. ഉമ്മയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് യൂസഫ് മരിച്ചത്. യൂസഫിന്റെയും റംലയുടെയും മൃതദേഹം ബർക്കയിൽ അൽ ഹറാദി ഖബർസ്ഥാനിൽ കബറടക്കി. ഉമ്മയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് യൂസഫിന് ജീവൻ നഷ്ടമാവുന്നത്. മക്കളെയും ഭാര്യയെയും സാഹസികമായി രക്ഷിച്ച യൂസഫ് പിന്നെ ഉമ്മയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങി. ശക്തമായ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ യൂസഫിന് പിടിച്ചു നിൽക്കാനായില്ല. യൂസഫിൻ്റെ മൃതദേഹം കിട്ടിയത് 2 കിലോമീറ്റർ മാറിയാണ്. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ഇതേ വാദിയിൽ ശുചീകരണ പ്രവർത്തനത്തിൽ യൂസഫ് പങ്കാളിയായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ കഴിഞ്ഞ മഴയിൽ ഈ പറഞ്ഞ വാദികളൊക്കെ ബ്ലോക്കായി കിടക്കുമ്പോൾ ഈ വാദികളുടെ ബ്ലോക്ക് കംപ്ലീറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഈ യൂസഫും കൂടി ഒരുമിച്ചാണ് ഈ വാദികളുടെ ഈ ഓവുകളെല്ലാതും സഫായി ആക്കിയതും ക്ലീൻ ചെയ്തതൊക്കെ. അതേ സെയിം വാദിയിൽ തന്നെയാണ് യൂസഫ് ഇപ്രാവശ്യം നമ്മളെ വിട്ടു പിരിഞ്ഞത്. അത് വല്ലാത്തൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. അൽ ഹറാദി ഫാം ഖബർസ്ഥാനിൽ യൂസഫിന്റെയും ഉമ്മ റംലയുടെയും ഖബറടക്കം നടന്നു. സന്നദ്ധ പ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്നാണ് മയ്യത്ത് പരിപാലനവും മറ്റു കർമ്മങ്ങളും നടത്തിയത്. ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കുകയുണ്ടായി. ഇവിടുത്തെ സിവിൽ ഡിഫൻസ്, ഇവിടുത്തെ ലോക്കൽ ഒമാനി ബ്രദേഴ്സ്, മറ്റു സഹോദരങ്ങൾ, അങ്ങനെ ഒട്ടനവധി പേര് ഈ സമയം വരെ ഞങ്ങളുടെ കൂടെ ഇവരുടെ ഓരോ പ്രവർത്തനത്തിനും മയ്യത്ത് കണ്ടെത്തുന്നതിനും അതിനുശേഷമുള്ള ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സിങ്ങിനും അതിന് നാട്ടിലയക്കുന്ന കാര്യത്തിനാണെങ്കിൽ പോലും ഞങ്ങളുടെ കൂടെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പെരുന്നാൾ ആഘോഷത്തിനായി ഇറങ്ങിയ പാലക്കാട് തൃത്തല സ്വദേശികളായ ലുബിഷാദിന്റെയും യൂസഫിന്റെയും കുടുംബങ്ങൾ ബർക്കയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒഴുക്കിൽപ്പെടുന്നത്. യൂസഫും ഉമ്മ റംലയും ലുബിഷാദിന്റെ ഭാര്യ ഷംലയും അപകടത്തിൽ മരിച്ചു. ഷംലയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. മീഡിയ 1 മസ്കത്ത്.